എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തിരമിസു ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പാക്കറ്റ് സവോയാർദിയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, 3 മുട്ട, 200 ml കാപ്പി നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കിയത്, 250 ഗ്രാം മസ്കർപോണെ ചീസ്. ഇപ്പം ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ അല്പം പോലും വെള്ളമയം ഉണ്ടാകരുത്. ഇപ്പം നമ്മൾ ഈ ബൗളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുടെ എഗ് വൈറ്റും യോക്കും തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കാം. ഈ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത് കുറേ നേരം വെളിയിൽ വെച്ചതാണ്. നമ്മളുടെ മുട്ടയിൽ അധികം തണുപ്പുണ്ടാകരുത്. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അത് കുറച്ചൊന്ന് ബീറ്റ് ആയതിനു ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയുടെ 1/3 ഭാഗം ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മളുടെ എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രം ഇങ്ങനെ കമഴ്ത്തുമ്പോൾ ഇത് താഴെ പോകാത്തതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് എഗ് യോക്കും ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ എഗ് യോക്ക് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ മസ്കർപോണെ ചീസ് കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ എഗ് യോക്കും മസ്കർപോണെ ചീസും കൂടി ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് കൂടി കുറേച്ച് ചേർത്ത് ഇളക്കി കൊടുക്കും. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അലുത്തു പോകും. അതുകൊണ്ട് ഒരേ സ്ഥലത്തോട്ട് തന്നെ നമ്മൾ ഈ ഒരു റൊട്ടീനിൽ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത കൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലേറ്റും കേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു മോഡുമാണ് എടുത്തിരിക്കുന്നത്, ഒരു മോഡ്. അത് നമുക്ക് ആദ്യം ഈ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം ഇതിൻ്റെ ബേസായിട്ട് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കാപ്പിയിൽ ബാലൻസ് വന്ന പഞ്ചസാര ഇട്ട് ഇളക്കിയതാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബിസ്ക്കറ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കി ഈ ക്രീമിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ലെയറാക്കി അടുക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരു ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് കോരിയെടുത്തത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഐസിങ് ബാഗിലും ഇട്ട് ചെയ്യാവുന്നതാണ്. അത് അവരവരുടെ സൗകര്യം അനുസരിച്ച്. പിന്നെ ഇത് സെറ്റ് ചെയ്യുന്നതും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യാം. സ്ക്വയറായിട്ട് ചെയ്യാം, റൗണ്ടായിട്ട് ചെയ്യാം, ഇതൊരു ബൗളിൽ നമുക്ക് ചെയ്യാം. ഇതുപോലെ മോഡ് വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പം ഞാനിത് കുറച്ചുകൂടി ഭംഗി വരുന്നത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബിസ്ക്കറ്റ് കാപ്പിയിൽ മുക്കിയത് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ രണ്ടാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളുടെ ക്രീം വീണ്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും മുകളിലും നമ്മൾ ക്രീം തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കക്കാവ പൗഡർ കൊണ്ട് അത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ബാമ്പുവിൻ്റെ കമ്പ് ഇതുപോലെ ഒന്ന് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കക്കാവ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം. അതിനുശേഷം നമുക്കിത് മുറിച്ചുപയോഗിക്കാം. ഇപ്പം ഞാനിത് ഒരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ ഈ മോഡ് ഇളക്കി മാറ്റാം. ഇപ്പം നമ്മളുടെ തിരമിസു ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം മസ്കർപോണ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് വിപ്പിംഗ് ക്രീമും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.